ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് പരാതിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് കറികളുള്ള ഒരു പൊതിച്ചോറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചോറിട്ട് കേട്ടോ. മോനിക്കാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് ചോറ്, പിന്നെ മോക്കാണ് കേട്ടോ. ഇല കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പിന്നെ ആ ചേച്ചിയുടെ വീട്ടിൽ വഴി ഉണ്ടായെ കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്നു. പിന്നെ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. നല്ല തേങ്ങ അരച്ച ചമ്മന്തിയാണ് വെക്കുന്നത്. രണ്ട് പേർക്ക് ഒരുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മാങ്ങ അച്ചാറാണ് കേട്ടോ, അടമാങ്ങ അച്ചാറാണ്, അതാണ് കേട്ടോ വയ്ക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ മക്കൾക്ക് കൊടുത്തു വിടുന്നതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത്. ഇതൊക്കെ നാടനാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ കുമ്പളങ്ങ വിഴുക്ക് വരട്ടിയാണ് കേട്ടോ. കുമ്പളങ്ങ എന്നാണ് പറയുന്നത്, നെയ്ക്കുമ്പളങ്ങയാണ്. അത് മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തേങ്ങാത്തിരുവലൊക്കെ ഇട്ട് മെഴുക്ക് വരട്ടും. പിന്നെ അയല പൊരിച്ചത് വയ്ക്കുന്നുണ്ട് കേട്ടോ. മോനിക്ക് ഞാൻ അപ്പോഴത്തന്നെ മുള്ള് മാറ്റി വെച്ചു, മോക്ക് പിന്നെ അതേപോലെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ മുട്ടയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ മോളുടെ മുട്ട ഇച്ചിരി പൊടിഞ്ഞു പോയി, കാര്യം എണ്ണ ഇച്ചിരി ഒഴിച്ചായിരുന്നു, അതുകൊണ്ട് പൊടിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, രണ്ട് പേർക്കും എന്താ അങ്ങനെ പൊതിച്ചോറിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 5-6 കൂട്ടം കറിയുണ്ട് കേട്ടോ. ഒത്തിരി നേരത്തെ എണീച്ചാൽ മതി, എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊന്ന് എണീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെത് സെറ്റാക്കി. പിന്നെ മോനൂട്ടനാണ് കേട്ടോ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മൾ അവനിക്കും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് അങ്ങോട്ട് ചൂട് ചോറ് തുറക്കുമ്പോൾ ഗൈസ് അടിപൊളിയായിരിക്കും. പിന്നെ രണ്ടുപേർക്കും വെള്ളമൊക്കെ എടുത്തു വെച്ചു, സ്നാക്സും വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.